ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻവിസിബിൾ ചെയിൻ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകാം കേട്ടോ. അപ്പോൾ എന്താവും എന്നറിയില്ല, എന്തായാലും നോക്കാം. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഷീറ്റ് എടുത്തു, അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഗ്രീനും റെഡും കളർ കോമ്പിനേഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള രീതിയിൽ ആദ്യം ഒരു പെൻഡൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ആകൃതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഇത് നല്ലതായിട്ട് ഒട്ടിച്ചിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കുക. ആ ഉണങ്ങുന്ന സമയം കൊണ്ട് ഇതുപോലെ തന്നെ ഈ ഡിസൈനിൽ തന്നെ 2 പെൻഡൻറ്റും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഞാനത് ഗ്ലാസ് ഷീറ്റിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡ് പോർഷൻ, ആ ഒരു പെൻഡൻറ്റിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ഗ്ലാസ് ഷീറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് എൻഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കഴുത്തിലൊക്കെ കുത്തിക്കൊള്ളുന്ന പോലെ തോന്നും. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു ഐപ്പിന്നാണ്. ഐപ്പിൻ വെച്ചിട്ട് ഈ ഒരു പെൻഡൻറ്റിൻ്റെ ബാക്കിൽ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വേണം ഗിയർ വയറുമായിട്ട് കണക്ട് ചെയ്യാൻ. ഇവിടെ ഞാൻ എൻ്റെ കഴുത്തിൻ്റെ അളവിനൊരു ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ബീഡ്സ്, പിന്നെ നമുക്ക് പെൻഡൻറ്റ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾഡൻ ബീഡ്സ്, പിന്നെ ഗിയർ ലോക്ക്. അതൊരു സെൻറ്റർ കണക്കാക്കി വേണം ഇടാൻ. എന്നിട്ട് നമ്മളതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്ലെയർ വെച്ചിട്ട് ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം 2 സൈഡും. അന്നേരം അത് സെൻറ്ററിൽ തന്നെ കിടക്കും, അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാതെ കിടന്നോളും. ഇനി അടുത്ത നമ്മൾ അതേപോലെ തന്നെ അടുത്ത പെൻഡൻറ്റും ഇടണം. ആദ്യം ഗോൾഡൻ ബീഡ്സ് ഇട്ടിട്ട് വീണ്ടും ഒരു ഗോൾഡൻ മുത്ത്, പിന്നെ പെൻഡൻറ്റ്, പിന്നെ വീണ്ടും ഗോൾഡൻ ബീഡ്സ്, വീണ്ടും ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അവിടെയും ലോക്ക് ചെയ്ത് കൊടുക്കണം. അതും കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് നോക്കിയിട്ട് വേണം ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ അതും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റിലത്തെ ആ ഒരു പെൻഡൻറ്റും കൂടി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ട് കൊടുത്തു, പിന്നെ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു, വീണ്ടും പെൻഡൻറ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലെ ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. മാല ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് കൊളുത്ത് വെക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ആ ഒരു ഗിയർ വയറിൻ്റെ അറ്റത്തായിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റിങ് കണക്ട് ചെയ്യണം, ജംപ് റിങ് കണക്ട് ചെയ്തിട്ട് വേണം ആ ഗിയർ ലോക്കിലേക്ക് പ്രസ് ചെയ്ത് കയറ്റാൻ. എന്നിട്ട് അതൊന്ന് പ്ലെയർ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായി കിടന്നോളൂ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്തിട്ട് അവിടെ ഒരു കൊളുത്തിട്ട് കൊടുക്കുക. അപ്പോൾ മാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു മാല ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.